പാസ്റ്റർ എബ്രഹാം ചാക്കോ വചന ശുശ്രൂഷക്കായി നമ്മുടെ കാതത്തെ നമ്മളെ തന്നെ ഒരുക്കാം. കാതുകളെ നമ്മുടെ ഇയേഴ്സിനെയൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യാം. വചനം ശുശ്രൂഷിക്കുന്നത് ഡോക്ടർ CM ജേക്കബ്. സഹോദരൻ കയറി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തന്നതെല്ലാം പറയരുത്, ഒറ്റ വാക്കിൽ ചുരുക്കാമെങ്കിൽ ചുരുക്കിക്കോ, കർത്താവിനെ ഉയർത്തണം. He serves as an elder in Stafford Bible Chapel. He has 40 years of ministry experience and he holds PhD in construction project management and an MTH in systematic theology. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ വന്ദനം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിരായിരിക്കുന്ന ഏവർക്കും, വിശേഷാൽ പ്രേക്ഷിത പ്രവൃത്തിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാർ, അധികം തേജസ്സേറിയ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, കൂടാതെ പല വിശിഷ്ടാതിഥികളും ഇന്ന് ഇവിടെ സന്നിധരായിരിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം. സ്വരരാഗലയ താളങ്ങളോടുകൂടി അനുഗ്രഹീത ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം സഹായിച്ചു. സംഗീത ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, അതിന് പിന്നണിയായി നിന്ന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം ആമുഖം കൂടാതെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ ചുരുക്കം സമയമാണല്ലോ തന്നിരിക്കുന്നത്. അതിനുള്ളിൽ നിന്ന് തന്നെ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായിരിക്കുന്ന ഒരു ദൈവിക ആലോചന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളുടെ ശ്രദ്ധയെ സത്യവേദ പുസ്തകത്തിലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി വാഗ്ദത്ത പ്രകാരം അക്ഷയനും അദൃശ്യനും നിത്യരാജാവുമായിരിക്കുന്ന ഏക ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഞാനിവിടെ നിൽക്കുന്നെങ്കിലും ദൈവത്തിന്റെ വചനം ദൈവമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവവചനത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ നിശ്ചയമായും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇന്നത്തെ പ്രബോധനത്തിന്റെ പ്രമേയം നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി ദൈവ കൃപയുടെ പെട്ടകത്തിൽ കയറുക. അതിന് നോഹയുടെ ജീവിതത്തെ ആസ്പദമാക്കി എബ്രായർക്ക് എഴുതിയ ലേഖനകർത്താവ് തന്റെ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പറുദീസ നഷ്ടത്തോടുകൂടി നിഷ്പാപ യുഗം അവസാനിച്ച് മനസ്സാക്ഷി യുഗത്തിലേക്ക് ജനം കയറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പൂർവ്വപിതാവായ അല്ലെങ്കിൽ ആദ്യ പിതാവും മാതാവുമായിരിക്കുന്ന ആദമും ഹൗവയും തുടങ്ങി നോഹ വരെയുള്ള സകല മനുഷ്യരും ഈ ഭൂമിയിൽ ജലപ്രളയത്താൽ മാറ്റപ്പെട്ടു എന്ന് നമുക്കറിയാം. അതിനുള്ള കാരണങ്ങളും ഉൽപ്പത്തി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല മനുഷ്യരും ഒന്നുകിൽ മരണം വഴിയായി അല്ലെങ്കിൽ ജലപ്രളയത്താൽ ഈ ഭൂമിയിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു. അതിന് വിപരീതമായി ഒരു വ്യക്തി മാത്രം ആ ജീവനോടെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഹാനോക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. മനസ്സാക്ഷി യുഗം അവസാനിച്ചു. തുടർന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും, നാം ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും ഈ നോഹയുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. കാരണം ഒരു കുടുംബം മാത്രം ശേഷിച്ചു.
ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ, ഭൂമിയിലെ സകല ജാതികളും സകല മനുഷ്യരും ആ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നാം നോഹയുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഈ സംഭവത്തെ വിശദീകരിക്കുന്നു. ആദം മുതൽ നോഹ വരെയുള്ള മനുഷ്യർ അവർ ഭൂമിയിൽ പെരുകി വന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്താണ് സംഭവം നടന്നത്? ഭൂമിയിൽ പെരുകി വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വെച്ചാൽ ദൂതന്മാർ, മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരിൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടായതായിട്ട് ഉൽപ്പത്തി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ അതിലുണ്ടെങ്കിലും അതിൽ പ്രബലമായത് യൂദയുടെ ലേഖനത്തിൽ 6, 7, 8 ലേഖനങ്ങൾ ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് സ്വപ്നാവസ്ഥയിലായിരിക്കുന്ന സ്ത്രീകളെ ദൂതന്മാർ ഗന്ധർവമായുള്ള പ്രാപിച്ചത് കൊണ്ട് അവർക്ക് സന്തതികൾ ഉണ്ടായി. അവരെ കുറിച്ച് പറയുന്നത് തങ്ങളുടെ വാഴ്ചസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അവർ പാപം ചെയ്തതുകൊണ്ട് അവരെ ചങ്ങലക്കിട്ട് അന്ധകാരത്തിൽ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്, ടാർട്ടാറസിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആശയത്തോടനുബന്ധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായ സന്തതികൾ അവർ വല്ലാത്ത ദുഷ്ടന്മാർ, മല്ലന്മാർ, വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ, ഇവരൊക്കെയും ഈ ഭൂമിയിൽ ജനിച്ചത് മുഖാന്തരം ഭൂമി വല്ലാത്ത അവസ്ഥയിലായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതായി, ഭൂമിയിൽ മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാം ഇപ്പോഴും ദോഷമുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവം അനുതപിച്ചു. ഞാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ സൃഷ്ടിച്ചിട്ടുള്ള സകല മനുഷ്യരെയും നശിപ്പിച്ചു കളയും എന്ന് ദൈവം ന്യായം വിധിച്ചു. എന്നാൽ ഈ വഷളായ ഭൂമിയിൽ, അതിക്രമം നിറഞ്ഞ ഭൂമിയിൽ, ദുഷ്ടത നിറഞ്ഞ ഭൂമിയിൽ, ദോഷം നിറഞ്ഞ ഭൂമിയിൽ നോഹ ദൈവത്തിന്റെ അരുളപ്പാട് വിശ്വസിച്ചു. എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞു, ഞാൻ ഈ ജാതികളെ മുഴുവൻ ജലപ്രളയത്താൽ നശിപ്പിച്ചു കളയും. എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം തീർക്കണം, നീയും കുടുംബവും ആ പെട്ടകത്തിലേക്ക് കിടക്കണം. മാത്രമല്ല ഈ സുവിശേഷം താൻ ആ രാജ്യത്തിന് മുഴുവനായി പ്രസംഗിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നീതി പ്രസംഗിയായ യോഹന്നാൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ 120 വർഷമായി മനുഷ്യന്റെ ആയുസ് നിജപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ വേദപഠിതാക്കൾ പറയുന്നത് നോഹ 120 വർഷക്കാലം പ്രസംഗിച്ചു. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ആ വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. താൻ അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായി. അതുവരെ ഭൂമിയിൽ ഒരു പ്രാവശ്യം പോലും മഴ പെയ്തിട്ടില്ല, ഭൂമിയിൽ ആകാശത്ത് നിന്ന് ജലം വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അത് താൻ പറഞ്ഞപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യരും വിശ്വസിച്ചില്ല. എന്നാൽ നോഹ തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് താൻ ഒരു പെട്ടകം പണിഞ്ഞ് നോഹയും കുടുംബവും ആ പെട്ടകത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യവേദ പുസ്തകത്തിൽ പ്രധാനമായും 2 പെട്ടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗോഫർ മരം കൊണ്ട് നിർമ്മിച്ച നോഹയുടെ പെട്ടകം, 2 നമുക്കറിയാം ഖദിരമരം കൊണ്ട് നിർമ്മിച്ച നിയമപ്പെട്ടകം. ഒന്ന് നോഹയുടെ പെട്ടകത്തിൽ മനുഷ്യരകത്തും ദൈവം പുറത്തുമായിരുന്നു. നിയമപ്പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അകത്തും മനുഷ്യർ പുറത്തുമായിരുന്നു. രണ്ടും കൃപയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവകൃപയോടുകൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. നോഹയ്ക്കും കുടുംബത്തിനും ദൈവകൃപ ലഭിച്ചത് കൊണ്ടാണ് ഈ പെട്ടകത്തിൽ അവർക്ക് കയറുവാൻ കഴിഞ്ഞത്. അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നിയമപ്പെട്ടകത്തിന് മുകളിലും കൃപാസനം വെച്ചിട്ടുണ്ട്. അടുത്തു ചെല്ലുന്നവർക്ക് കൃപ ലഭിപ്പാൻ തക്കോണം അനുഗ്രഹീതമായ ഒരു സന്നിധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് കൃപ വെറുതെ ലഭിച്ചതല്ല. ഈ ദുഷ്ടത നിറഞ്ഞ, അതിക്രമം നിറഞ്ഞ വല്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്കനും നീതിമാനുമായി താൻ ജീവിച്ചത് കൊണ്ട് തനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പെട്ടകം മുഖാന്തരം നോഹയ്ക്ക് എന്തെല്ലാമാണ് ലഭിച്ചത്? ദൈവം പറഞ്ഞിട്ട് താൻ നിർമ്മിച്ച ഈ പെട്ടകത്തിൽ
അവന് ദൈവീക സംരക്ഷണം ലഭിച്ചു. ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ മൂക്കിൽ ശ്വാസമുള്ള സകല ജീവജാലങ്ങളും ഈ ഭൂമിയിൽ മരിച്ചടങ്ങിയപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ സംരക്ഷണം മാത്രമല്ല, നോഹയ്ക്കും കുടുംബത്തിനും ദൈവികമായ പരിപാലനം ലഭിച്ചു. 40 ദിവസം ഭൂമിയിൽ മഴ പെയ്തു. അതിനുശേഷം 150 ദിവസം മഴ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെയും അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ ആ പെട്ടകത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച് അവരുടെ കുടുംബത്തിന് പരിപാലനം ലഭിക്കുവാൻ തക്കോണം ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവർക്ക് വേണ്ടി നിർമ്മിച്ച ഈ പെട്ടകത്തിൽ നോഹയ്ക്ക് ദൈവീക സംരക്ഷണം ലഭിച്ചു. നോഹയ്ക്ക് ദൈവികമായിരിക്കുന്ന പരിപാലനം ലഭിച്ചു. മാത്രമല്ല, അതിന്റെ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി 9:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് നോഹയ്ക്കും കുടുംബത്തിനും ദൈവിക അനുഗ്രഹം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നോഹ തീർത്ത പെട്ടകത്തിൽ നോഹയും കുടുംബവും വിശ്വാസത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അവന് ദൈവിക സംരക്ഷണം ലഭിച്ചു, ദൈവിക കൃപ ലഭിച്ചു, ദൈവിക അനുഗ്രഹം ലഭിച്ചു, ദൈവികമായിരിക്കുന്ന പരിപാലനം ലഭിച്ചു. അതാണ് നോഹയ്ക്കും കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത്. നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു എന്നാണ് നാം പ്രാരംഭമായി വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് വളരെ ചുരുക്കം സമയമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളത്. സമയത്ത് തന്നെ നിർത്തണമെന്ന് എനിക്ക് നിശ്ചയമായും ആഗ്രഹമുള്ളവനാണ്. നോഹയുടെ ജീവിതം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോഹയുടെ കാര്യം പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഭവനത്തിൽ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് ലഭിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കും. നോഹ നമ്മുടെ വല്യപ്പച്ചൻ, നമ്മുടെ വല്യപ്പച്ചൻ, ആ വല്യപ്പച്ചൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതുവെങ്കിൽ ആ പെട്ടകത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് നമുക്കറിയാം. നാം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും അനുഗ്രഹത്തിന് വേണ്ടി ഒരു പെട്ടകത്തിൽ കയറേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിയമപ്പെട്ടകം മോശ പണിഞ്ഞതാ, അതിന്റെ ജ്ഞാനശില്പി ദൈവമാണ്. ശില്പിയായി ദൈവമാണ് പറഞ്ഞു കൊടുത്തത്. പണിഞ്ഞത് മോശയും മോശയുടെ കൂടെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരും. അതുപോലെ നോഹയുടെയും ജ്ഞാനശില്പി ദൈവമാണ്. പക്ഷെ നോഹയാണ് അത് പണിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു കൃപയുടെ പെട്ടകം നമുക്ക് വേണ്ടി പണിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നോഹ എന്തിനാ പെട്ടകത്തിൽ കയറിയേ? ദൈവിക ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് എന്താണെന്നറിയാമോ? തന്റെ 2-ാം ലേഖനത്തിൽ പറയുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അത് ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. പണ്ടത്തെ കാര്യം. എന്നിട്ട് ഇപ്പോഴത്തെ കാര്യം എന്താ പറയുന്നത്? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സോടെ മറന്നു കളയരുത്. ഈ കാലയളവിൽ അനേക സുവിശേഷ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും പ്രിയ കത്തുദാസന്റെ മനസ്സിലേക്ക്, അലക്സിന്റെ മനസ്സിലേക്ക് കടന്നുപോയത് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്നും ഗാന ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് വ്യക്തമായി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം കേൾക്കുവാൻ വേണ്ടിയാണ്. എന്താണ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പെട്ടകം. ആ പെട്ടകത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടകം കൈപ്പണിയായ പെട്ടകമല്ല, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായ പെട്ടകമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ട പെട്ടകമല്ല, ഈ അവന്റെ കൈപ്പണിയായി പണിഞ്ഞ പെട്ടകമല്ല. നാം പ്രത്യേകമായി അറിയേണ്ടത്, ആ പെട്ടകം ദൈവം നമുക്ക് വേണ്ടി തന്റെ കൃപയാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വന്തം ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. അവനെയാണ് നമുക്ക് പെട്ടകമായി ഒരുക്കിയിരിക്കുന്നത്. ആ പെട്ടകത്തെ കുറിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ്, അന്ത്യകാലം നോഹയുടെ കാലം പോലെയാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ പ്രസംഗിച്ചു നടന്നു, ആരും വിശ്വസിച്ചില്ല. എല്ലാവരും എന്തു ചെയ്തു? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നുകുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ആർക്കും ദൈവവചനം കേൾക്കുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവരെല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ അവർ നശിച്ചുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വഷളായ, അതിക്രമം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, ദോഷം നിറഞ്ഞ, അനീതി നിറഞ്ഞ, ആപത്തുകളും അനർത്ഥങ്ങളും മാറാരോഗങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് വരാൻ പോകുന്ന ദൈവവിധി ന്യായവിധിയുടെ മുമ്പാകെ നമ്മുടെ രക്ഷയ്ക്കായി നാം ഒരു പെട്ടകത്തിൽ കയറേണ്ടതാണ്. അതാണ് പിതാവായ ദൈവം തന്റെ
ജ്ഞാനശില്പിയായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തിരുശരീരമായിരിക്കുന്ന സഭ. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏത് പെട്ടകമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഹോളുകളെ കുറിച്ചും വ്യത്യസ്തമായ ഹോളുകളെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത്. എന്നാൽ ദൈവം തന്റെ ജ്ഞാനശില്പിയായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ച തന്റെ ഏകജാതനായ പുത്രന്റെ തിരുശരീരം സഭ, ആ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി മാറുന്നു. എങ്ങനെയാണ് അത്? അപ്പോസ്തല പ്രവൃത്തികളിൽ സഭയുടെ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തന്റെ ദേഹ ശരീരമായിരിക്കുന്ന സഭയോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നപ്പോൾ നമ്മെ വരാൻ പോകുന്ന നിത്യന്യായവിധി എന്താണ്? ന്യായവിധി എന്നറിയാമോ? ഇനി ഒരു ന്യായവിധി തീക്കായി ഭൂമി ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭൂമി വെന്തഴിയും. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ദൈവ ദിവസത്തിൽ ഈ ഭൂമി വെന്തഴിയും, ഈ ഭൂമിയിലെ സകല കൈപ്പണികളും വെന്തഴിയും. അതിന്റെ മധ്യേ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു എന്ന തിരുശരീരമാകുന്ന പെട്ടകത്തിൽ നാം കയറേണ്ടതാണ്. അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചുരുക്കം സമയം കൊണ്ട് ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നോഹ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം സൃഷ്ടിച്ചു. എന്നാൽ പിതാവായ ദൈവം നമ്മെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കിയ പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് കാലിത്തൊഴുത്തിൽ ജനിച്ച് 33 വർഷം യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ തെരുവീതികളിലൂടെ നന്മ മാത്രം സുവിശേഷിച്ചുകൊണ്ട് കടന്ന് കാൽവരി ക്രൂശിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിലെ മരണത്താൽ തന്റെ ദേഹം എന്ന തിരശ്ശീല തുറന്ന് നമുക്ക് തുറന്നു തന്ന പുതുവഴി ആ പെട്ടകത്തിലേക്ക് കയറുവാനുള്ള മാർഗമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഏത് വ്യത്യസ്ത സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും, ഞാൻ UAE-യിലായിരുന്ന സമയത്ത് യൂണിയൻ ചർച്ചിലായിരുന്നു 54 സഭകൾ, കനാനയ, CSI, അതുപോലെ CNI, അത് പെന്തക്കോസ് സഭകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചർച്ചായിരുന്നു യൂണിയൻ ചർച്ച്. ആ ചർച്ചിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, പല പ്രിയപ്പെട്ടവരോടും സംസാരിക്കാൻ തക്കോണം എനിക്ക് ഇടയായിട്ടുണ്ട്. പല മെത്രാപ്പോലിത്തമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞ്, യേശു ക്രിസ്തു മൂലം മാത്രം രക്ഷ. യേശു ക്രിസ്തു, ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഏറ്റുപറയുക, വിളിച്ചപേക്ഷിക്കുക. യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. അവന്റെ പെട്ടകത്തിൽ ഈ ശരീരത്തിലേക്ക് കയറും. ഇന്ന് രാത്രി നാം കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇനി നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞങ്ങളോട് ഇതിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആരോട് വേണമെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ തക്കോണം കഴിയും. പ്രിയപ്പെട്ടവരെ, നാം പ്രാരംഭമായി MC-യിൽ നിന്ന് കേട്ടല്ലോ, നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ ഒന്ന് തൊടണം. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിച്ചുകൊണ്ട് അതിന്റെ മധ്യേ ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ തക്കോണം ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.